ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് ബിയിലെ എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് ഓഫ് മോഡ്യൂൾ 2. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് ഗ്രാമർ. ഇവിടെ നമ്മൾ ഗ്രാമർ കൊടുത്തിട്ടുണ്ട്. റിമൂവ് ദ ലെഫ്റ്റ് റിക്കേർഷൻ ഫ്രം ദ ഗ്രാമർ, കൺസ്ട്രക്ട് എ പ്രിഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദ ഗ്രാമർ ഇസ് LL ഓഫ് 1. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഓവർവെൽംഡ് ആവും. നമുക്ക് അയ്യോ എന്നാ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അങ്ങനത്തെ ടെൻഷനും കൺഫ്യൂഷനും ഒന്നും വരണ്ട. അറ്റ് എ ടൈം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ പാർട്ട് ബിയോ പാർട്ട് എന്ത് ചെയ്യുവാണെങ്കിലും ടൈം അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവസാനം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല എന്നുള്ളൊരു പരിഭവം അവിടെ വരരുത്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രാമർ എടുത്ത് എഴുതാം. എസ് ഗിവ്സ് L ആൻഡ് A. അത് കഴിഞ്ഞിട്ട് എന്താണ് L gives L, S and S. ഈ കോമ എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മൾ നോൺ ടെർമിനൽ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ എല്ലും എസ്സും ഇതെന്താ കോമ ഇടയിൽ എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. കോമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ബ്രാക്കറ്റ് ഇടുന്ന പോലെ തന്നെ ഇവരിവിടെ യൂസ് ചെയ്യുന്നൊരു സാധനമാണേ. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് റിക്കേർഷൻ ഏതിനൊക്കെ ഉണ്ടെന്ന് നോക്കാം. ലെഫ്റ്റ് റിക്കേർഷൻ ഉണ്ടോ ഫസ്റ്റ് പ്രൊഡക്ഷന്? ഇല്ല, ഫസ്റ്റ് പ്രൊഡക്ഷൻ ലെഫ്റ്റ് റിക്കേർഷനിൽ നോൺ ടെർമിനലും വെച്ചിട്ടുള്ളതാണ് വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് പക്ഷേ ഇതുണ്ട്, ലെഫ്റ്റ് റിക്കേർഷൻ ഉണ്ട്. അപ്പോൾ ഹൗ വിൽ ഐ ഡു? ഇതിലെങ്ങനെയാണ് എനിക്ക് ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്യണം. സോ ഐ നീഡ് ടു റിമൂവ് ദ ലെഫ്റ്റ് റിക്കേർഷൻ ഹിയർ. സോ വാട്ട് ഐ ഹാവ് ടു ഡു? ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വേണം കേട്ടോ, ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്യാനായിട്ട് വാട്ട് ഈസ് ആർ ഫോർമുല? A gives A alpha bar beta. സോ ദിസ് ഇസ് മൈ ആൽഫ. ഈ കോമയും എസ്സുമാണ് എൻ്റെ ആൽഫ, ഇതാണ് എൻ്റെ ബീറ്റ. ഹൗ കെൻ ഐ റീറൈറ്റ് ദിസ് ആസ് A gives beta A dash and A dash gives alpha A dash bar epsilon. So ഈ ഒരു പ്രൊഡക്ഷനെ, ഈ ഒരു L പ്രൊഡക്ഷനെ how can I rewrite it as? I can write it as beta A dash, അതായത് L dash എന്ന് ഞാനൊരു പുതിയ പ്രൊഡക്ഷൻ ചെയ്യുവാണ്. I'll write it in different color I think so. L gives beta L dash and L dash is ആൽഫ കോമ എസ് ആണ് എൻ്റെ ആൽഫ. L dash bar epsilon. So my final productions for this question would be S gives L A, അത് കഴിഞ്ഞിട്ട് L gives S L dash, അത് കഴിഞ്ഞിട്ട് L dash gives കോമ S L dash bar epsilon. ഓക്കെ, ഇതാണ് നമ്മളുടെ പുതിയ ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് എ പ്രിഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ. ഓക്കെ, ഇനി പ്രിഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം. പ്രിഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 ഇസ് ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഓഫ് all the non-terminals. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ പോലെ ഞാൻ ഉണ്ടാക്കുവാണ്. ഇവിടെ ഫസ്റ്റ്, ഇവിടെ ഫോളോ, ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? നമ്മൾക്കുള്ള നോൺ ടെർമിനൽസ് ഈ ഒരു പ്രൊഡക്ഷനിൽ നോക്കിക്കേ, 3 നോൺ ടെർമിനൽസ് ആണ് നമുക്കുള്ളത് അല്ലേ. എസ് ഉണ്ട്, എൽ ഉണ്ട്, എൽ ഡാഷ് ഉണ്ട്. അപ്പം എസ്, എൽ, എൽ ഡാഷ് 3 നോൺ ടെർമിനൽസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റും ഫോളോയും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ ഒരു പ്രൊഡക്ഷൻ എടുക്കുക, ആ പ്രൊഡക്ഷൻ്റെ ആദ്യം എന്താണ് കൊടുത്തേക്കുന്നത് അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കുക. എസ് ആണ് നമ്മൾക്ക് ആദ്യമുള്ള ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു എസ്സിൻ്റെ ഫസ്റ്റിൽ എന്താണ് കിടക്കുന്നത്? പ്രൊഡക്ഷൻ്റെ ഫസ്റ്റിൽ എന്താണ് കിടക്കുന്നത്? നമുക്ക് ഫസ്റ്റ് എടുക്കുന്നത് നോൺ ടെർമിനൽ കേട്ടോ, ഫസ്റ്റ് എടുക്കുന്നത് ടെർമിനൽ. നോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്സും എല്ലും എൽ ഡാഷും ആണ്, ടെർമിനൽസ് ആണ് നമുക്ക് ആവശ്യം. അപ്പം ദേ ഈ ഒരു ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റും എയുമാണ് എസ്സിൻ്റെ ഫസ്റ്റിൽ കിടക്കുന്നത്. അപ്പോൾ അത് താഴെ അങ്ങനെ എടുത്തെഴുതുക. ഓപ്പണിംഗ് ബ്രാക്കറ്റും എയുമാണ് നമുക്ക് കിടക്കുന്നത്. ഇനി അടുത്തത് ആരാണ് വരുന്നത്? എല്ലാണല്ലേ. അപ്പം എല്ല് നോക്കിക്കേ, എല്ലിൻ്റെ ഫസ്റ്റ് കിടക്കുന്നത് എസ് ആണ്. എല്ലിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന എസ് ആണ്. എസ്സിൻ്റെ ഫസ്റ്റ് എന്താണ്? ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റും എയുമാണ്. അപ്പം അതുകൊണ്ട് എന്താണ്? എല്ലിനും എസ്സിനും സെയിം ഫസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി അടുത്ത എന്താണ്? എൽ ഡാഷ് ആണ്. എൽ ഡാഷിൻ്റെ ആദ്യം കിടക്കുന്നത് എന്താണ്? കോമയാണ് കിടക്കുന്നത് അല്ലേ. കോമയാണ് നമുക്ക് കിടക്കുന്നത്. പിന്നെ ഒരു എഫ്സിലോണും കൂടി ഉണ്ട്. അപ്പം ഈ ഒരു കോമയും എഫ്സിലോണും ആയിരിക്കും നമ്മളുടെ എൽ ഡാഷിൻ്റെ ഫസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്,
എപ്സിലോൺ ഫസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഫോളോയിലാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും എണ്ണത്തിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ഫോളോയാണ് കണ്ടുപിടിക്കേണ്ടത്. എസ് സ്റ്റാർട്ട് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമ്മളുടെ ഡോളർ സൈൻ നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിനകത്ത് ഫോളോയിൽ കൊടുക്കും. ഇനി അടുത്ത നോക്കാം. ഇതിലെവിടെയും ഈ 3 പ്രൊഡക്ഷൻ്റെ എവിടെയെങ്കിലും നമുക്ക് എസ്സിനെ റൈറ്റ് സൈഡിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ സ്പോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫോളോ എങ്ങനെയാണ് എടുക്കുകയെന്ന് പഠിച്ചേ. അപ്പം ഈ ഒരു എലിമെൻറ്റിൻ്റെ നെക്സ്റ്റ് നമുക്കൊരു നോൺ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ ദ ഫോളോ ഓഫ് എസ് വുഡ് ബി ദി ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇപ്പോൾ ഒരു ഇതിൻ്റെ എസ്സിൻ്റെ അടുത്തൊരു ഒരു നോൺ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പഠിച്ചത്. എൽ ഡാഷിൻ്റെ ഫസ്റ്റ് എന്താണ്? കോമ, അത് കഴിഞ്ഞ് എപ്സിലോൺ നമുക്ക് ഫോളോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ടേക്ക് ദ ഫോളോ ഓഫ് എൽ. ഓക്കെ, എല്ലിൻ്റെ ഫോളോ നമ്മൾ എടുക്കും. അപ്പം എല്ലിൻ്റെ ഫോളോ നമുക്കറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ ആസ് സച്ച്. ഇനി എല്ലിൻ്റെ ഫോളോ എന്താണ്? അപ്പോൾ എൽ എവിടെയാണ്? നമ്മൾക്കിവിടെ ഏതെങ്കിലും പ്രൊഡക്ഷനിൽ എല്ല് RHS നോക്കുക. RHS ഇവിടെ ഒരേ ഒരു എല്ലേ ഉള്ളൂ. എല്ലിനെ ഫോളോ ചെയ്യുന്ന ആരാണ്? ടെർമിനലാണോ നോൺ ടെർമിനലാണോ? ടെർമിനലാണല്ലേ. അപ്പോൾ ഇതാണ് എല്ലിൻ്റെ ഫോളോ. വേറെ ഒരിടത്തും എല്ല് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എല്ലിൻ്റെ ഫോളോ. അപ്പം ഇത്രയേ ഉള്ളൂ എല്ലിൻ്റെ ഫോളോ. സോ ഐ എം ആഡിങ് ദിസ് ഇൻ ടു എസ് ആൻഡ് ഐ എം ക്ലോസിങ് ഇറ്റ്. എസ് ഇപ്പോൾ 2 ഇടത്തുള്ളത് 2 എണ്ണം എൽ ഡാഷ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ കോമ എടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ സ്റ്റാർട്ട് സിമ്പിളും ഇതും എടുത്തു. ഇനി അടുത്ത എൽ ഡാഷിൻ്റെ ഫസ്റ്റ് നോക്കാം. ഫോളോ നോക്കാം. എൽ ഡാഷിൻ്റെ ഫോളോ എങ്ങനെയാണ്? എൽ ഡാഷ് എവിടെയെങ്ങാനും RHSലുണ്ടോ നിങ്ങൾ നോക്കിക്കേ. ഇത് ഇവിടെയുണ്ട്. എൽ ഡാഷ് RHSലുള്ളപ്പോഴത്തേന് എന്താണ് നമ്മൾ ഫോളോ ഓഫ് എൽ എടുക്കണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബിക്കോസ് അത് ലാസ്റ്റ് ടേം ആണ് അല്ലേ. അപ്പം നമ്മൾ ഫോളോ ഓഫ് എല്ല് നമ്മൾ എടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റും ഫോളോയും ഈ 3 നോൺ ടെർമിനൽസിന് നമ്മൾ കണ്ടുപിടിച്ചത്. അതാണ് നമ്മുടെ ഫസ്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മളുടെ പ്രൊഡക്ഷൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻസ് എല്ലാം താഴോട്ട് എടുത്തൊന്ന് എഴുതാം. എസ് ഗിവ്സ് എൽ ഓഫ് എയും, എൽ ഗിവ്സ് എസ് എൽ ഡാഷും, എൽ ഡാഷ് ഗിവ്സ് കോമ എസ് എൽ ഡാഷ് ബാർ എപ്സിലോൺ. ഇനി തേർഡ് വൺ എന്താണ്? ജനറേറ്റ് ദ പാഴ്സിംഗ് ടേബിൾ. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാണ് മനസ്സിൽ ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ നോൺ ടെർമിനൽസ് ആണ് അല്ലേ. നമ്മൾ നോൺ ടെർമിനൽസ് ആണ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 നോൺ ടെർമിനൽസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 3 നോൺ ടെർമിനൽസിനുള്ളത് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ടെർമിനൽസ് ആണുള്ളത്? നമുക്ക് 5 ടെർമിനൽസ് ആണുള്ളത് അല്ലേ. നോക്കിക്കേ, 1 2 3, അത് കഴിഞ്ഞിട്ട് പിന്നെ 4, പിന്നെ നമുക്ക് നമ്മളുടെ ഇവിടെ ഈ ഡോളർ സൈനും കൂടെ 5. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോളോയിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം 5 എണ്ണം. അപ്പോൾ ഇവിടെ 1 ഒരു സാധനം മാറ്റി 1, ഇവിടെ 2ാമത്തേത്, ഇവിടെ 3ാമത്തേത്, ഇവിടെ 4ാമത്തേത്. ഓക്കെ, ഇനി എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? നമ്മളുടെ ടെർമിനൽസ് വരുന്നത് ഇവിടെയും നമ്മുടെ നോൺ ടെർമിനൽസ് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് നോൺ ടെർമിനൽസ് വരുന്നത്. നോൺ ടെർമിനൽസ് ആരൊക്കെയാണ്? ഓക്കെ, അത് ഓപ്ഷൻ സെലക്ട് ചെയ്യിപ്പോയി, ഒരു സെക്കൻഡ്. ഫൈൻ, സോറി. ദിസ് ഇസ് ആർ ടെർമിനൽസ് ഏരിയ ആൻഡ് ദിസ് ഇസ് മൈ നോൺ ടെർമിനൽസ് ഏരിയ. ഓക്കെ, നോൺ ടെർമിനൽസ് ആരൊക്കെയാണ് നമുക്കുള്ളത്? എസ് ഉണ്ട്, എൽ ഉണ്ട്, എൽ ഡാഷ് ഉണ്ട്. ടെർമിനൽസ് ഏതൊക്കെയാണ് നമുക്കുള്ളത്? നമുക്ക് ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ട്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, എ ഉണ്ട്, കോമയുണ്ട്, ആൻഡ് ദെൻ ഡോളർ സൈൻ ഉണ്ട്. ഇനി പാഴ്സിംഗ് ടേബിളിൽ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനെയും പ്ലേസ് ചെയ്യുന്നത്? ആദ്യമേ ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ എനിക്ക് വേണമെങ്കിൽ എസ് ഗിവ്സ് എയും എസ് ഗിവ്സ് എസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും എഴുതാം. ഓക്കെ, ഇവിടെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് എൽ ഡാഷ് ഗിവ്സ് എപ്സിലോൺ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതുവാണേ. ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കുക, എസ് ആണല്ലേ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് LHSലുള്ളവരെ ശ്രദ്ധിക്കുക. ഓക്കെ, LHSലുള്ളതിനെ ശ്രദ്ധിച്ചു. അപ്പം ഈ ഒരു എസ്സിൻ്റെ
എന്താണ് ഫസ്റ്റിനകത്ത് എഫ്സിലോൺ ഉണ്ടോ എന്ന് നോക്കുക. എസിൻ്റെ ഫസ്റ്റിൽ എഫ്സിലോൺ ഇല്ല. അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഒരു പ്രൊഡക്ഷനെ നമ്മൾ എസ് റിലേറ്റഡ് പ്രൊഡക്ഷനെ നമ്മൾ അവരുടെ ഫസ്റ്റിൽ ആ ഒരു ടെർമിനലിൻ്റെ ഫസ്റ്റ് എവിടെയാണോ അവിടെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ എസിൻ്റെ ഫസ്റ്റ് എവിടെയാണ്? ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ പ്രൊഡക്ഷൻസ് പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്, നേരെ പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്താണ്? എസ് ഗിവ്സ് എൽ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ അല്ലേ. എസ് ഗിവ്സ് എ ആണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ എസ് റിലേറ്റഡ് പ്രൊഡക്ഷൻസ് നമ്മൾ നമ്മുടെ പാഴ്സിംഗ് ടേബിളിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കുള്ളത് എൽ ഗിവ്സ് എസ് എൽ ഡാഷ്. അതൊരൊറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ. എല്ലിൻ്റെ ഫസ്റ്റിൽ എവിടെയെങ്ങാനും എഫ്സിലോൺ ഉണ്ടോ നോക്കുക. ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലിൻ്റെ ഫസ്റ്റ് എവിടെയൊക്കെയാണ്? ഇതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ എല്ലിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എന്താണ് എടുത്ത് എഴുതുവാണ് ചെയ്യുന്നത്. എസ് എൽ ഡാഷ്, എൽ ഗിവ്സ് എസ് എൽ ഡാഷ്. ഇനി അടുത്ത വരുന്ന നമ്മൾക്ക് എൽ ഡാഷ് ആണ് അല്ലേ. 2 പ്രൊഡക്ഷൻസ് എൽ ഡാഷ് ആണ് വരുന്നത്. ബട്ട് എൽ ഡാഷിൻ്റെ ഫസ്റ്റിൽ നമുക്ക് എന്തുണ്ട്? എഫ്സിലോൺ ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ എൽ ഡാഷിൻ്റെ എഫ്സിലോണിൽ നമ്മൾ എഴുതേണ്ടത്? നമ്മൾ ഈ ഒരു എൽ ഡാഷിന് എഫ്സിലോൺ കിട്ടാൻ കാരണക്കാരായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഉണ്ട്, ഈ ഒരു പ്രൊഡക്ഷൻ അല്ലേ. ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ തൽക്കാലത്തേന് മാറ്റി നിർത്തുവാണേ. ഈ പ്രൊഡക്ഷനെ നമ്മൾ എൽ ഡാഷിൻ്റെ ഫസ്റ്റിൽ കൊണ്ടിട്ട് ഇതാണ്. അപ്പോൾ എൽ ഡാഷിൻ്റെ ഫസ്റ്റ് കോമയാണ്, എഫ്സിലോൺ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സോ എൽ ഡാഷിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എവിടെയാണ്? കോമയിൽ കൊണ്ടിട്ട് ഞാൻ എഴുതുവാണേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എൽ ഡാഷിൻ്റെ ഒരു പ്രൊഡക്ഷൻ വിട്ടുപോയി. ഏതാണ്? ഈ പ്രൊഡക്ഷനാണ് അല്ലേ. ഇത് എനിക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുക? നമ്മൾ പൊതുവെ ഫസ്റ്റ് എപ്സിലോൺ കാണാത്തപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഫസ്റ്റ് ഓഫ് ദാറ്റ് നോൺ ടെർമിനലാണ് കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. എപ്സിലോൺ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഫോളോ കൺസിഡർ ചെയ്യുവാണ്. അപ്പം എൽ ഡാഷിൻ്റെ ഈ ഒരു എപ്സിലോണിൻ്റെ പ്രൊഡക്ഷൻ എവിടെയാണ് ഞാൻ പ്ലേസ് ചെയ്യുക? ഇതിൻ്റെ ഫോളോയിൽ, എൽ ഡാഷിൻ്റെ ഫോളോയിലാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ദിസ് വുഡ് ബി എൽ ഡാഷ് എഫ്സിലോൺ. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, എല്ലാ പ്രൊഡക്ഷൻസും നമ്മൾ നമ്മുടെ പാഴ്സിംഗ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രാമറിന് നമ്മൾ പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് തേർഡ് പാർട്ടുമുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദ ഗ്രാമർ ഇസ് LL1. അപ്പം കാനോണിക്കൽ എലമെൻറ്റ് ഒരെണ്ണത്തിനെ മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ LL1 എന്ന് പറയുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ആദ്യമേ നമുക്ക് ലെഫ്റ്റ് റിക്കേർഷൻ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ പാഴ്സിംഗ് ടേബിളിൽ മൾട്ടിപ്പിൾ എൻട്രീസ് ഇല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതുകൊണ്ട് ഈ ഫസ്റ്റും ഫോളോ സെറ്റുകൾ എടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സെയിം ഫസ്റ്റ് ആൻഡ് ഫോളോ അല്ലാണ്ട് വേറൊരു രീതിക്കും ഒരു ഇൻ്റർസെക്ഷൻ പോലെ ഒന്നും വരുന്നില്ല അല്ലേ. കാരണം വെച്ചാൽ ഇത് ഈ കോമ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണത്തില്ല, ഇവിടെ ഈ ഒരു എഫ്സിലോൺ നിങ്ങൾക്ക് ഫസ്റ്റിലൊന്നും കാണത്തില്ല. ഇപ്പം ഈ ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ ദിസ് വൺ. അപ്പം ഇതിൽ സിമിലാരിറ്റി ഇല്ലാണ്ട് ഒരു ഫസ്റ്റിലൊക്കെ ഒരു ഡിസ്ജോയിൻറ്റ് സെറ്റ് നമുക്ക് ആ ഒരു പാറ്റേൺ ആണ് നമുക്ക് പൊതുവേ കാണാനായിട്ട് സാധിക്കുന്നത്. എനിവേസ് LL1 ആണോ അല്ലയോ എന്നുള്ളത് പറയാനായിട്ട് ഫസ്റ്റ് തിങ് ലെഫ്റ്റ് റിക്കേർഷനും, രണ്ടാമത്തേത് മൾട്ടിപ്പിൾ എൻട്രീസ് പാഴ്സിംഗ് ടേബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് LL1 ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കേഴ്സീവ് ഡിസെൻറ്റ് പാഴ്സിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. റിക്കേഴ്സീവ് ഡിസെൻറ്റ് പാഴ്സിംഗ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ് റിക്കേഴ്സീവ് ഡിസെൻറ്റ് പാഴ്സിംഗ് എന്ന് പറയുന്നത്? ഒരു ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ടെക്നിക്കാണ്. നമ്മളൊരു പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുവാണ് ബൈ റിക്കേഴ്സീവ്ലി അപ്ലൈയിങ് ദീസ് പ്രൊഡക്ഷൻസ്. അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് എഗെയിൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് എടുത്ത് എഴുതാം, ഒരു ഡെമോ സാധനമൊക്കെ കൊടുത്തിട്ട്. ഇപ്പം എനിക്ക് വേണ്ട ഐ നീഡ് സംതിങ് വാല്യൂ ലൈക്ക് IBTAEE. ഓക്കെ, ഇതാണ് എനിക്ക് എൻ്റെ വേണ്ടത്, ഇതാണ് എൻ്റെ ഇൻപുട്ട് കൊടുത്തേക്കുന്ന എൻ്റെ സ്ട്രിങ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള പാഴ്സിംഗ് ട്രീ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ എസ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, സോ എസ്സിന് 2 പ്രൊഡക്ഷൻസ് ഉണ്ട്, ഇതുമുണ്ട്. സോ ഐ വിൽ ഒബ്വിയസ്ലി ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണത്? I ഉണ്ട്, C ഉണ്ട്, T ഉണ്ട്, S ഉണ്ട് ആൻഡ് S ഡാഷ് ഉണ്ട്. ഓക്കെ, ഇനി എൻ്റെ പാഴ്സർ റീഡ് ചെയ്യുവാണേ. ഫസ്റ്റ് എലമെൻറ്റ് I. ഓക്കെ, I കിട്ടി, ക്യാൻസൽ. സെക്കൻഡ് എലമെൻറ്റ് C എന്ന് പറയുന്നത് നമുക്കിതൊരു നോൺ ടെർമിനലാണ്. സോ സീനെ എഗെയിൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിയുടെ പ്രൊഡക്ഷൻ ഏതാണുള്ളത്? B ആണുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ B വെച്ച് ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇൻപുട്ട് അടുത്ത് റീഡ് ചെയ്യുവാണേ, ഇത് B. ഓക്കെ, ഗുഡ്, B കിട്ടി. അടുത്തത് T
ടിയും കിട്ടി. അടുത്തത് എനിക്ക് എ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എസ്സിന് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയിരിക്കും ഞാൻ എടുത്ത് എഴുതുക. അപ്പോൾ എഗെയിൻ ഞാൻ എഴുതാൻ പോകുന്നത് ICTS ആൻഡ് S' ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇൻപുട്ട് റീഡർ അടുത്ത് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ I ആണ്. അല്ലല്ലോ, എനിക്കിവിടെ എ ആണല്ലോ വേണ്ടത്, ഇവിടെ എന്താ I? അപ്പോൾ ഇവിടെ എന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, എൻ്റെ പാഴ്സർ ബാക്ക് ട്രാക്ക് ചെയ്യും ടു ദ പ്രീവിയസ് സ്റ്റെപ്പ്. ഓക്കെ, എന്നിട്ട് എൻ്റെ പാഴ്സർ എന്താണ് നോക്കുന്നത്, എസ്സിന് വേറെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. യെസ്, എസ്സിന് ഇവിടെ വേറൊരു പ്രൊഡക്ഷൻ ഉണ്ട്. സോ എസ് അതെടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതും എ. അപ്പോൾ നോക്കിക്കേ, ഇനി അടുത്ത ഇൻപുട്ട് നമ്മൾ പോകുമ്പോഴത്തേനും നോക്കി എ കിട്ടി, യെസ് കിട്ടി. ഇനി അടുത്തത് എന്താണ്, ഈ അടുത്ത S' ആണ് അല്ലേ. S' നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ S' ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുത്ത് എഴുതുക E ആൻഡ് S. അടുത്തത് അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ E കണ്ടു, ഓക്കെ, E ഡൺ. ഇനി അടുത്തത് എന്താണ്, S ആണ്. എസ്സിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്താണ്, ICTS S'. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇത് എ ആണ്, ഇത് I ആണ്. അപ്പം പാഴ്സറിന് മനസ്സിലാവും, ഇല്ല ഈ പ്രൊഡക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ പ്രൊഡക്ഷൻ ആണെന്ന് കരുതിയിട്ട് പാഴ്സർ എന്ത് ചെയ്യും, പാഴ്സർ ബാക്ക് ട്രാക്ക് ചെയ്ത് നെക്സ്റ്റ് പ്രൊഡക്ഷൻ നോക്കും. സോ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഇസ് എ. അപ്പോൾ നോക്കിക്കേ, എയും മാച്ച്. നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ് കംപ്ലീറ്റ്ലി റെഡ് ആണ്. നമ്മളുടെ ഈ ഒരു ട്രീ ആണ് കറക്റ്റ് നമ്മൾ നമ്മുടെ പാഴ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രീ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിങ് എന്താണെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് എക്സാമ്പിളിലോട്ട് പോകാമെന്ന് വെച്ചാൽ കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കണം, കാരണം ഇത് വലിയ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിക്കേഴ്സീവ് ഡിസൈനിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മളുടെ മോഡ്യൂൾ 2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കമ്പ്യൂട്ട് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ അറിയാണ്ട് നിങ്ങൾ ഈ ഒരു കമ്പൈലർ ഡിസൈനിൻ്റെ ഏതൊരു എക്സാമിന് പോയിരുന്നിട്ടും കാര്യമില്ല. അറിയാം, ഫസ്റ്റ് ആൻഡ് ഫോളോ ചില സമയത്ത് നല്ല കൺഫ്യൂസിങ് ആണ്, പക്ഷേ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കല്ല ഫസ്റ്റ് ആൻഡ് ഫോളോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ആൻഡ് ഫോളോ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ കുറച്ച് താഴോട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോളോ എഴുതാം. അപ്പം ഫസ്റ്റും ഫോളോയും നമ്മൾ കണ്ടുപിടിക്കണം. ആരുടെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എത്ര നോൺ ടെർമിനൽസ് ഉണ്ടെന്ന് നോക്കിക്കേ, S, A, B, D. ഓക്കെ, അപ്പം S, A, B, D ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ആൻഡ് ഫോളോ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം ഏറ്റവും എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. എസ്സിൻ്റെ ഫസ്റ്റ് എന്താണ്, അപ്പം എസ് എടുക്കുക, എസ് പ്രൊഡക്ഷൻ എടുക്കുക. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, എസ്സിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുക. എസ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ ആദ്യം കിടക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. നമുക്ക് ആദ്യം എ കിടപ്പുണ്ട്, ഡി കിടപ്പുണ്ട്, ബി കിടപ്പുണ്ട്. അപ്പം ഓരോന്ന് അറ്റ് എ ടൈം ഒരു പ്രൊഡക്ഷൻ എടുക്കുക. എസ്സിൻ്റെ ഫസ്റ്റ് നമുക്ക് കിടക്കുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ എ ഇവിടെയാണ്. എയുടെ ഫസ്റ്റ് എന്താണ്, ഡി വരുന്നുണ്ടല്ലേ. അപ്പം ഡി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ബി വരുന്നുണ്ട്. അപ്പം ബി നോക്കുക, ബിയുടെ ഫസ്റ്റ് എന്താണ് കിടക്കുന്നത്, ജി കിടക്കുന്നുണ്ട് അല്ലേ. പിന്നെ എഫ്സിലോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ എഫ്സിലോൺ എന്താണ്, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബി മാറി എനിക്കിപ്പോൾ എഫ്സിലോൺ പ്ലേസ് ആയെന്നുണ്ടെങ്കിൽ എ ഡീനെ റിട്രീവ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ, എ ഡീനെ റിട്രീവ് ചെയ്യും. അപ്പോഴത്തേനും ഡിയുടെ ഫസ്റ്റ് എന്താണ്, ഡിയുടെ ഫസ്റ്റ് എച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് ഡി എഫ്സിലോണും വരും. അപ്പം ഡിയും എഗെയിൻ എഫ്സിലോൺ വരും. അപ്പം എ ഗിവ്സ് എഫ്സിലോൺ ആണ്. അപ്പം ഇവിടെ എഗെയിൻ എഫ്സിലോൺ ഇവിടെ വന്നു, പിടി കിട്ടിയോ. അപ്പോൾ ഇവിടെ എഫ്സിലോണിൻ്റെ ഒരു കേസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഡി എഗെയിൻ നമ്മൾ ഫസ്റ്റ് എടുത്തു, എച്ച് ഉണ്ട്, എഫ്സിലോൺ ഉണ്ട്. ബിയും ജി നമ്മൾ ഓൾറെഡി എടുത്തു, എഫ്സിലോൺ ഉണ്ട്. അപ്പം എസ് ഗിവ്സ് എഫ്സിലോൺ എന്നുള്ള ഒരു സാധനം കൂടെ വരും. സോ ഐ എം ആഡിങ് ഹിയർ എഫ്സിലോൺ ഓൾസോ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താണ് നമുക്ക്, അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ്, ഇപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് പ്രൊഡക്ഷനാണ്, ഡി. എസ് ബിഗിൻ ചെയ്യുന്നത് ഡി വെച്ചിട്ടാണെങ്കിൽ ഡിയുടെ ഫസ്റ്റ് എന്താണ്, ഡി നമുക്ക് എച്ചും എഫ്സിലോണും ഉണ്ട് അല്ലേ. അപ്പോൾ എച്ച് ഓൾറെഡി നമ്മൾ എഴുതി. ഡി എഫ്സിലോൺ വരുന്ന കേസ് എന്തായിരിക്കും, ഡി നമ്മൾ എഫ്സിലോൺ വരുവാണെങ്കിൽ എന്താണ് വരുന്നത്, എൻ്റെ എസ് ഫസ്റ്റ് ഓഫ് എസ് വിൽ ഇൻക്ലൂഡ് ബി. ഓക്കെ, ഫസ്റ്റ് ഓഫ് എസ് വിൽ ബി ഇൻക്ലൂഡിങ് ബി. ഇനി അടുത്തത് എന്താണ്, അപ്പോൾ അത്ര വേറൊന്നുമില്ല കേട്ടോ, നമുക്ക് ആ ഒരു പ്രൊഡക്ഷനിൽ വേറൊന്നും ഇനി ചെയ്യാനില്ല. അടുത്ത പ്രൊഡക്ഷൻ നോക്കിക്കേ, ബി എ. ബിയുടെ ഫസ്റ്റ് എന്താണ്, ജി, അത് ഓൾറെഡി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, എഫ്സിലോൺ. അപ്പം ബി എഫ്സിലോൺ ആവുന്ന കേസിൽ എൻ്റെ എസ്സിൻ്റെ ഫസ്റ്റ് എന്താവും, എയും കൂടെ വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ. അപ്പം ഡി ജി എച്ച്
ബി എ എപ്സിലോൺ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? അടുത്തത് എയുടെ ഫസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എയുടെ ഫസ്റ്റ് കിടക്കുന്നത് ആരാണ്? എയുടെ ഫസ്റ്റ് നമുക്ക് ഡി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബി ഡി ഉണ്ട് അല്ലേ. ബിയുടെ ഫസ്റ്റ് എന്താണ്? അപ്പം എ ഗിവ്സ് ബി ഡി ഉണ്ട്. ഓക്കെ, ബി നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? എ ഗിവ്സ് ജി ഡി വരാം, അല്ലെങ്കിൽ എ ഗിവ്സ് ഡി വരാം. ഓക്കെ, എ ഗിവ്സ് ജി ഡി ആണെന്നുണ്ടെങ്കിൽ ജി നമ്മളുടെ ഫസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. എ ഗിവ്സ് ഡി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എ ഗിവ്സ് ഡി എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? എച്ച് ആണ് അല്ലേ. ആൻഡ് എ ഗിവ്സ് എപ്സിലോൺ. ഈ രണ്ട് പോസിബിലിറ്റിയും ഈ ഒരു പ്രൊഡക്ഷനിൽ നിന്ന് വരാം. സോ എച്ച് ആൻഡ് എപ്സിലോൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എയുടെ പ്രൊഡക്ഷൻ എഴുതിയത്. അടുത്ത ബിയുടെ ഫസ്റ്റ് എന്താണ്? ബിയുടെ ഫസ്റ്റ് ജിയും എപ്സിലോണും ആണ്, നമുക്ക് വേറൊന്നുമില്ല. അപ്പം ജിയും എപ്സിലോണും ആണ്. ഡിയുടെ ഫസ്റ്റ് എച്ചും എപ്സിലോണും ആണ്. ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ആദ്യമേ ഏത് എലമെൻ്റ് ആണ് കിടക്കുന്നത് എന്നുള്ളത് സോൾവ് ചെയ്ത് പോയാൽ മതി. ഫോളോ ലേശം പാടാണ്. ഫോളോ നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത് ആദ്യമേ നമുക്ക് എസ്സിൻ്റെ ഫോളോ കണ്ടുപിടിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? എസ്സിനെ നമ്മൾ റൈറ്റ് സൈഡിൽ തപ്പി കണ്ടുപിടിക്കണം. ഇവിടെ ഒരിടത്തും എസ് ഇല്ല. അപ്പോൾ എന്താണ്? എസ് നമ്മളുടെ സ്റ്റാർട്ട് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് $സൈൻ വരും, അല്ലാണ്ട് വേറെ ഒരു പരിപാടി വരുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എ ആണല്ലേ. എ RHSൽ എവിടെയെങ്ങാനും ഉണ്ടോ നോക്കിക്കേ. യെസ്, ഇവിടെയുണ്ട്. നമുക്ക് വേറെ എവിടെയെങ്ങാനും എ ഉണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റാണ് എടുക്കേണ്ടത് അല്ലേ. ഈ ഒരു നെക്സ്റ്റ് കിടക്കുന്ന ടെർമിനലിൻ്റെ ഫസ്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡിയുടെ ഫസ്റ്റ് എന്താണെന്ന് നോക്കിക്കേ. ഡിയുടെ ഫസ്റ്റ് എന്താണ്? എച്ച് കോമ എപ്സിലോൺ. എപ്സിലോൺ വരുമ്പോഴത്തേനും എന്താണ്? ഡി എപ്സിലോൺ വരുവാണ് അല്ലേ. ഡി എപ്സിലോൺ വരുവാണെങ്കിൽ ഡി അവിടെ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നുള്ള രീതി വരുവാണ്. സോ വാട്ട് വിൽ ഐ ഡു? ഐ വിൽ ടേക്ക് ദ ഫസ്റ്റ് ഓഫ് ബി. ഓക്കെ, ബി ഞാൻ എടുക്കുവാണ്. അപ്പം ബിയുടെ ഫസ്റ്റ് എന്താണ്? ജിയും എഗെയിൻ എപ്സിലോൺ വരുന്നുണ്ട്. അതായത് ഫസ്റ്റിൽ എഗെയിൻ എപ്സിലോൺ വരുന്നുണ്ട്. അപ്പം എന്താണ് ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിൽ ടേക്ക് ദ ഫോളോ ഓഫ് എസ്. ഫോളോ ഓഫ് എസ് എന്താണ്? ഫോളോ ഓഫ് എസ് ഇസ് ഇത് നമ്മുടെ $സൈൻ. ഓക്കെ, അതാണ് എയുടെ ഫോളോ എടുക്കാനായിട്ട് പറ്റുന്നത്. സോ അത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് എയും നമ്മളുടെ എയും എസ്സും നമുക്ക് ചെയ്തു പോകാം. ബിയും ഡി ഇനി കുറച്ചുകൂടി വലുതാണ് കേട്ടോ. അടുത്തത് നമ്മൾ നോക്കുന്നത് ബിയുടെ ഫോളോയാണ്. RHSൽ എവിടെയെങ്ങാനും ബി ഉണ്ടോ എന്നുള്ളത് നോക്കിക്കേ. സോ ഇവിടെ നമുക്ക് ബി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബി ഉണ്ട്, അതുപോലെ ഇവിടെ നമുക്ക് ബി ഉണ്ട്, പിന്നെ നമുക്ക് ഇവിടെയും ബി ഉണ്ട്. ഓക്കെ, 4 പ്രൊഡക്ഷനാണ് നമുക്ക് ബി ഉള്ളത്. നമുക്ക് തൽക്കാലത്തേന് എന്താ ചെയ്യുക? നമുക്ക് ഫസ്റ്റ് പ്രൊഡക്ഷൻ, ആദ്യത്തെ പ്രൊഡക്ഷൻ ആദ്യമേ നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് വരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ADB ആണ്. അപ്പം ബി സിൻസ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദ ലാസ്റ്റ് വി ആർ ടേക്കിംഗ് ദ ഫോളോ ഓഫ് എസ്. ഓക്കെ, സോ ഫോളോ ഓഫ് എസ് എന്താണ്? എസിൻ്റെ ഫോളോ എന്ന് പറയുന്നത് $സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തു. സെക്കൻഡ് പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാലും ബി ലാസ്റ്റാണ് എടുക്കുന്നത്. എഗെയിൻ ഫോളോ ഓഫ് എസ് എടുക്കത്തുള്ളൂ. അത് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇനി അടുത്തത് ബി ഇവിടെ കിടക്കുവാണ് അല്ലേ. ബിയുടെ നെക്സ്റ്റ് എന്താണ്? ഒരു ടെർമിനലാണ് വരുന്നത്. സോ ബിയുടെ ഫോളോയ്ക്കകത്ത് നമുക്ക് എയും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ്റെ ബി ആണ്. ഈ ഒരു പ്രൊഡക്ഷൻ്റെ ബിക്കകത്ത് നമുക്ക് എന്താണ് വരുന്നത്? ബി അടുത്തത് കിടക്കുന്നത് ഡി ആണ് അല്ലേ. അപ്പോൾ എന്താണ് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഡി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഡിയുടെ ഫസ്റ്റ് എന്താണ്? ഡിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് എച്ചും എപ്സിലോൺ ആണ്. അപ്പം എപ്സിലോൺ ആവുന്ന കേസിൽ എന്താണ് നമ്മൾ ചെയ്യുക? എപ്സിലോൺ ആവുന്ന കേസിൽ ഇവിടെ മൊത്തം ഇത് കണ്ടോ, ഇത് എപ്സിലോൺ ആവും. അത് കഴിഞ്ഞപ്പം എന്താണ് വരിക? ഇറ്റ് വിൽ ബി ഫോളോ ഓഫ് എ. എയുടെ ഫോളോ എന്താണ്? എച്ച് ഓൾറെഡി ഉണ്ട്, ജി ഉണ്ട്, $, ഓൾറെഡി ഉണ്ട്. സോ ഐ ആം ക്ലോസിങ് ഇറ്റ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ എന്താണ് ബിയുടെ ഫോളോ കണ്ടുപിടിക്കുന്നത്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അടുത്ത് കിടക്കുന്ന ഇപ്പോൾ ഒരു ടെർമിനൽ, ഒരു ഫോളോ നോക്കുമ്പോൾ ടെർമിനൽ അടുത്ത് കിടക്കുകയാണെങ്കിൽ അത് എടുത്ത് എഴുതുക. നോൺ ടെർമിനൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ബൈ ചാൻസ് അടുത്തൊരു നോൺ ടെർമിനൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെർമിനൽ നോൺ ടെർമിനൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രൊഡക്ഷൻ്റെ LHSൽ കിടക്കുന്ന സിമ്പിൾ ഏതാണോ അതിൻ്റെ ഫോളോ എടുക്കുക. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി ലാസ്റ്റ് ഡിയുടെ കൂടെ നോക്കാം. ഡിയുടെ എങ്ങനെയാണ് നമ്മൾ ഫോളോ കണ്ടുപിടിക്കുന്നത്? ഡി ഏതൊക്കെ പ്രൊഡക്ഷനിലാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് ആൻഡ് ഇവിടെയുണ്ട് അല്ലേ.
അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഡി കിടപ്പുണ്ട്. സോ നെക്സ്റ്റ് കിടക്കുന്നത് നമുക്കൊരു നോൺ ടെർമിനൽ ആണ്. നോൺ ടെർമിനൽ കിടക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യുക? വി ഹാവ് ടു ടേക്ക് ദ എന്താണ് ഫസ്റ്റ് ഓഫ് ബി. ബിയുടെ ഫസ്റ്റ് എന്താണ്? ജി കോമ എഫ്സിലോൺ. എഫ്സിലോൺ ഉണ്ട് അല്ലേ? അപ്പം ഇതിവിടെ എഫ്സിലോൺ ഉള്ള കേസിൽ എന്താണ് വരുന്നത്? ഐ ആം ടേക്കിംഗ് ദി ഫോളോ ഓഫ് എസ്. അപ്പം ഫോളോ ഓഫ് എസ് എന്താണ്? നമുക്കൊരു ഡോളർ സൈൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി അടുത്തത് എന്താണ് വരുന്നത്? അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞേ. ഇനി അടുത്ത വരുന്നത് ഏതാണ്? ഇത് ഇവിടെ ഒരു ഡി കിടപ്പുണ്ട്. ഡിയുടെ നെക്സ്റ്റ് കിടക്കുന്ന എന്താണ്? ബി ആണ് കിടക്കുന്നത് അല്ലേ? സോ ബി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്? അപ്പോൾ ആ ഒരു പ്രൊഡക്ഷനും കഴിഞ്ഞു. ഈ ലാസ്റ്റ് ഈ ഒരു പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഡി എൻഡിലാണ് കിടക്കുന്നത്. എൻഡ് കിടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എൻഡ് കിടക്കുമ്പോഴത്തേനും വി നീഡ് ടു ടേക്ക് ദ ഫോളോ ഓഫ് എ, ദാറ്റ് ഇസ് എച്ച് ആൻഡ് ജി. അപ്പോഴത്തേനും ബി, ജി, എച്ച് ആൻഡ് ജി ഓൾറെഡി ഉണ്ടല്ലേ, ആൻഡ് ഡോളർ സൈൻ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേനും ഏറ്റവും ബെസ്റ്റ് ഡോളർ സൈനൊക്കെ എൻഡിൽ കൊണ്ടുപോയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ജി, ബി, എച്ച്, ഡോളർ സൈൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോളോ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും ഗ്രാമറിന് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. യൂഷ്വലി നമ്മൾ എക്സാമിന് ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കുമ്പോഴത്തേനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ ആ ഒരു പറഞ്ഞു പോകുന്നതിൻ്റെ ഞാൻ എഴുതി പോയെന്നേ ഉള്ളൂ. സ്റ്റെപ്പ് എഴുതുവാണെങ്കിൽ തെറ്റിയാലും നമുക്ക് ചിലപ്പം മാർക്ക് കിട്ടുമായിരിക്കും. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് മോഡ്യൂൾ 2-ൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മോഡ്യൂൾ 3, 4, 5 വീഡിയോസ് ഓൾറെഡി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ്. കാരണം വെച്ചാൽ ചിലപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേന് നിങ്ങൾ കാണാണ്ട് പോകും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.